നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്തും കൊല്ലത്തും മഴയിൽ വീടുകൾ തകർന്നു. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലം. അനസ്തീഷ്യ നൽകിയതിൽ പിഴവെന്ന് റിപ്പോർട്ട്. പ്രതികരിക്കാതെ ആശുപത്രി അധികൃതർ. മരിച്ചത് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ്. തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. SK ഹോസ്പിറ്റലിനെതിരെ ബന്ധുക്കൾ. തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിൽ നാടൻ ബോംബുകൾ കണ്ടെത്തി. CCTVകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സഹകരണ മേഖലയ്ക്ക് മാതൃകയായി കായംകുളം ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക്. കാർഷിക മേഖലയ്ക്ക് അഭിവൃദ്ധിയും തൊഴിലവസരവും ലക്ഷ്യമിട്ട് പ്രവർത്തനം. അഗ്രോ ക്ലിനിക്, കാർഷിക നഴ്സറി, വളം ഡിപ്പോ പദ്ധതികൾ വൻ വിജയം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. ഇന്ന് 6 ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും. വെള്ളിയാഴ്ച കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും ശനിയാഴ്ച കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ്. എറണാകുളത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ഹരിയുടെ വീടാണ് തകർന്നു വീണത്. ആർക്കും പരുക്കില്ല. 50 വർഷത്തോളം പഴക്കമുള്ള വീടാണ് തകർന്നത്. ഇവിടെ പ്രളയത്തിലും വൻ നാശം സംഭവിച്ചിരുന്നു. കൊല്ലത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. കടയ്ക്കൽ മണ്ണൂർ സ്വദേശി ഗോപിനാഥിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വൈദ്യുതി സ്വിച്ച് ബോർഡുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. ആർക്കും പരിക്കില്ല. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന് റിപ്പോർട്ട്. അനസ്തീഷ്യ നൽകിയതിൽ വന്ന പിഴവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. ഈ മാസം ആദ്യമാണ് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. ഈ മാസം 2-ാം തീയതിയായിരുന്നു സംഭവം. വായിലെ മുറിവിന് ചികിത്സ തേടിയെത്തിയ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടിയുടെ മരണവും സംഭവിച്ചു. ചികിത്സാ പിഴവാണെന്ന ആരോപണം ബന്ധുക്കൾ അന്നേ ഉന്നയിച്ചിരുന്നുവെങ്കിലും ആശുപത്രി അധികൃതർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ വയറ്റിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നെന്നും ശസ്ത്രക്രിയയ്ക്ക് മുൻപേ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നിയമപരമായി മുന്നോട്ടു പോകാനാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ തീരുമാനം. ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിന്ന് മനസ്സിലാക്കണത്. ഇത്രയും ദിവസമായിട്ട് അവരെ ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് അവർ ആശ്വാസം തരില്ല. അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊണ്ടോട്ടി ഡിവൈഎസ്പിയാണ് ഇനി അന്വേഷിക്കുക. പോലീസ് അന്വേഷണമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് വേണ്ടതെന്നും കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നു. ഇനി നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവാം. അതേപോലെ ഇപ്പോൾ അന്വേഷണം DYSP കൊടുത്തിരുന്നു. അത് ക്രൈംബ്രാഞ്ചിക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതും കൂടി നോക്കണം. എന്താ വെച്ചാൽ ഇതൊന്നും കൂടി എന്താ വെച്ചാൽ മറ്റൊരാൾക്ക് ഇനി നമ്മളെ കുട്ടി ഏതായാലും നഷ്ടപ്പെട്ടു പോയി. ഇനിയൊരു വേറൊരാൾക്ക് ഇതേപോലെ ഒന്നും സംഭവിക്കരുത്. അത് ഹോസ്പിറ്റലുകാരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലുകാർ വിശ്വസിച്ച് കൊണ്ടുപോകണതാണ്. അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് അനാസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനാസ്ഥയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രി അധികൃതർ. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. തിരുവനന്തപുരം പാലോട് സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. ആശുപത്രികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. തിരുവനന്തപുരം SK ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി.
സ്വകാര്യ ആശുപത്രിയിൽ അഖിലിന് മണിക്കൂറുകളോളം ചികിത്സ നിഷേധിച്ചെന്നും ഇതേ തുടർന്ന് മരണം സംഭവിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാലോട് സ്വദേശി അഖിൽ ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങളില്ല എന്ന് ജീവനക്കാർ അറിയിച്ചുവെന്ന് അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നു. അത് വലിയൊരു ആരോപണമായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയില്ല എന്നത് ആദ്യത്തെ ചോദ്യമായി അവശേഷിക്കുന്നു. തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഈ ചികിത്സാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടപ്പഴിഞ്ഞി SK ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ ആശുപത്രിയിലേക്ക് അഖിലിനെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിച്ചെങ്കിലും ജൂനിയർ ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യം ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നു. തുടർന്ന് ചില പരിശോധനകൾ നടത്തുന്നു. അതിനുശേഷം ബന്ധുക്കളെ അകത്തേക്ക് കൊണ്ടുപോയി സിസ്റ്റത്തിൽ ചില ചിത്രങ്ങൾ കാണിക്കുന്നു. ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സമയം അത്രയും നെഞ്ചുവേദന കൊണ്ട് അഖിൽ പുളയുകയായിരുന്നു. ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളില്ല എന്ന് ആദ്യം ഡോക്ടർമാർ പറഞ്ഞു. ആൻജിയോഗ്രാം നൽകിയതുമില്ല, ആ തരത്തിലുള്ള ചികിത്സയിലേക്ക് പോയതുമില്ല. തുടർന്ന് സീനിയർ ഡോക്ടറെ അറിയിക്കുകയും അദ്ദേഹം അവിടെ വരികയും അപ്പോഴും കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്നും നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം? നിങ്ങൾ പറ. അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ എന്ന് സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. ചികിത്സാ പിഴവ് തന്നെയാണ് ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എന്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയെന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്ന എന്റെ മക്കളാണ്. ഈ സമയത്ത് ഛർദി അനുഭവപ്പെടുന്നു, തീരെ അവശനാകുന്നു. തുടർന്ന് മരണം സംഭവിക്കുന്നു. അതിനുശേഷവും അവിടെ ചില തട്ടിപ്പുകൾ നടന്നു. മരണത്തിന് ശേഷം വീണ്ടും ആൻജിയോഗ്രാമിന് വിധേയമാക്കി എന്ന തരത്തിൽ രേഖ ഉണ്ടാക്കുകയും വെന്റിലേറ്ററിൽ സൂക്ഷിച്ചു എന്ന നിലയ്ക്ക്, വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന നിലയ്ക്ക് രേഖയുണ്ടാക്കിയെന്നും പറയുന്നു. ഇത് പണം തട്ടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്ന ആരോപണമാണ് മറ്റൊന്നായി ബന്ധുക്കൾ ഉയർത്തുന്നത്. 30 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ അച്ഛനാണ് അഖിൽ. പാലോടാണ് അഖിലിൻ്റെ വീട്. ഭാര്യ വീട് അരുവിക്കരയാണ്. ഇപ്പോൾ പ്രസവശേഷം ഭാര്യ അവരുടെ വീട്ടിൽ തുടരുകയാണ്. പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ നടപടികൾ ആവശ്യപ്പെടാനാണ് കുടുംബം ആലോചിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകര അമ്പൂരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. മായം സ്വദേശി രാജി മനോജാണ് കുത്തേറ്റു മരിച്ചത്. രാജിയുടെ ഭർത്താവ് മനോജ് സെബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിലാണ്. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇരുവരും മാസങ്ങളായി മാറി താമസിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം. തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് കുളത്തൂർ മാർക്കറ്റിൽ നാടൻ ബോംബുകൾ കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന 5 നാടൻ ബോംബുകളാണ് കച്ചവടക്കാർ കണ്ടെത്തിയത്. ഇവ നിർവീര്യമാക്കാൻ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ് ഇവയെ കഴക്കൂട്ടം സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവ സൂക്ഷിച്ചിരുന്നത് ആരെന്ന് കണ്ടെത്താൻ CCTVകൾ പരിശോധിക്കുകയാണ് പോലീസ്. നിരവധി രാഷ്ട്രീയ അക്രമ സംഘടനകളും നടന്ന ഇടമാണ് കുളത്തൂർ. തൃശൂർ ചേലക്കരയിൽ പന്നിപ്പടക്കം കടിച്ച് നായ ചത്തു. പുലാക്കോട് റേഷൻ കടയ്ക്ക് എതിർവശമാണ് ഇന്നലെ രാത്രിയാണ് സംഭവം. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിനരികെയാണ് സ്ഫോടക വസ്തു കടിച്ച് നായയുടെ ജീവൻ നഷ്ടമായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത പ്രവർത്തകർ വാഹനത്തിൽ കയറാതെ പ്രതിഷേധിച്ചു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി സിലബസ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വഴിയിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ് പറഞ്ഞു.
മലബാർ മേഖലയിൽ +1 സീറ്റ് കുറവ് പരിഹരിച്ചില്ലെന്നാരോപിച്ച് പാലക്കാട് KSU നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പാലക്കാട് കളക്ടറേറ്റിലേക്കാണ് മാർച്ച് നടത്തിയത്. +1 പ്രവേശനം ജൂൺ മാസം പൂർത്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ. ജൂൺ 24-ന് ക്ലാസുകൾ ആരംഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കും. സ്കൂളുകളിൽ AI സാങ്കേതികവിദ്യ സൌഹൃദ ക്ലാസുകൾ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യ അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം 21-ന് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജൂൺ മാസം 24-ാം തീയതി ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. പാലക്കാട് പട്ടാമ്പി ആമയൂർ MES കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും തമ്മിലായിരുന്നു സംഘർഷം. പാസ് ഔട്ടായ വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. നേരത്തെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൊട്ടാരക്കര മീൻപിടിപ്പാറ ടൂറിസം കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ പുലാമൺ തോട്ടിലേക്ക് നിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അധികൃതർക്ക് പരാതി നൽകി. മഴക്കാലമായതിനാൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുള്ളപ്പോഴാണ് ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാരൻ മാലിന്യങ്ങൾ തോട്ടിലൂടെ ഒഴുക്കിവിടുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും S വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കൊട്ടാരക്കര മീൻപിടിപ്പാറ ടൂറിസം കേന്ദ്രത്തിലെ ഒരു ജീവനക്കാരൻ ഇവിടുത്തെ മാലിന്യങ്ങളെല്ലാം തന്നെ പുലമൺ തോട്ടിലേക്ക് ഇടുന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു സംഭവത്തിൽ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകാനിരിക്കുകയാണ് BJP. ഇതെന്താണ് ശരിക്കും ഇങ്ങനെ ഒരു പരാതിയിലേക്ക് എത്തിയത്? ഇന്ന് BJP കൊട്ടാരക്കരയിൽ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം സെന്റർ, ഒരുപാട് വലുതല്ലെങ്കിൽ പോലും കുട്ടികളടക്കം വളരെ ഉല്ലസിക്കുന്ന ഒരു കേന്ദ്രം മീൻപിടിപ്പാറ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നിരവധി ആൾക്കാർ, കുട്ടികളും വലിയ ആൾക്കാരും അടക്കം ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ മാലിന്യങ്ങൾ, ഇത് ഒരു ദിവസമല്ല പല ദിവസങ്ങളിലായി ഇവിടുത്തെ മാലിന്യങ്ങൾ നമുക്കറിയാം ഇവിടെ കൂടുതലും വെള്ളത്തിൽ കിടന്നുല്ലസിക്കാൻ വരുന്നവരാണ്, വെള്ളത്തിൽ കളിക്കാനുള്ള സംവിധാനമാണുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ, ആ കിടക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് ഈ മാലിന്യങ്ങൾ, ചാക്കുകണക്കിന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാർത്തയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് തികച്ചും ജനദ്രോഹ നടപടിയാണ്. നമ്മുടെ ഭാവി തലമുറയെ ദ്രോഹിക്കുന്ന, ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നഗരസഭ അധികൃതർ ഒരു രീതിയിലുള്ള ശുചിത്വമോ മറ്റു കാര്യങ്ങളോ പാലിക്കുന്നില്ല. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊട്ടാരക്കര നഗരസഭയിലില്ല. അപ്പോൾ നഗരസഭ അധികാരികളുടെയും നഗരസഭ ചെയർമാൻ്റെയും അനുവാദത്തോടു കൂടിയാണ് ഈ മാലിന്യങ്ങൾ ഈ ഉല്ലാസ കേന്ദ്രത്തിൽ തന്നെ നിക്ഷേപിക്കുന്നത്. അത് പുലമൺ തോട്ടിലാണ് ചെന്നിറങ്ങുന്നത്. പുലമൺ തോടിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ഈ പറയുന്ന മീൻപിടിപ്പാറ. ഇവിടെ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ഒരു തോട് ഒഴുകി പോകുന്നത്. ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നു അല്ലേ? എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മീൻപിടിപ്പാറയിൽ നിന്ന് ഒഴുകുന്ന ഈ തോട് നമ്മുടെ പുലമൺ തോടെന്ന് അറിയപ്പെടും. ഇത് ഒരു 2-3 പഞ്ചായത്തിലുള്ള കടന്ന് കല്ലടയാറ്റിൽ പതിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒഴുകുന്ന, പ്രത്യേകിച്ചും ഈ പുലമൺ തോട്ടിൽ മുൻപേ ഈ പറഞ്ഞിടത്തുള്ള ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ്. അത് ഈ പരിസര പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുക. അവരുടെ ആകെ ജലസ്രോതസ് കുടിവെള്ളം, കിണർവെള്ളമാണ്. ഈ കിണർവെള്ളത്തിൽ ഈ ബാക്ടീരിയയുടെ അംശം കൂടുന്നതനുസരിച്ച്
വലിയ വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങളും മരണം വരെ സംഭവിക്കാം. കൂടാതെ സാംക്രമിക രോഗങ്ങൾ പകരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ കൊട്ടാരക്കര പ്രദേശം. ഡെങ്കിപ്പനി അങ്ങനെ തുടങ്ങിയ നിരവധി. അപ്പോൾ അതൊക്കെ ഈ ഒരു മഴക്കാലം ആവുന്നതോട് കൂടിയിട്ട് കൂടുതൽ വർദ്ധിക്കാനായി ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കുന്നത് മുഖേന അത് വളരെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജീവഹാനിയൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് അധികാരികൾ കൊട്ടാരക്കരയിൽ വലിയ ശുചിത്വ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടും കൊട്ടാരക്കരയിൽ വിവിധ സ്ഥലങ്ങൾ ഈ നഗരങ്ങൾ ഉൾപ്പെടെയുള്ളിടത്തെല്ലാം ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് ജനങ്ങൾക്ക് വളരെ ദുസ്സഹനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യവും ഉയർന്നു വന്നിരിക്കുന്നു. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. മാലിന്യം ഫലപ്രദമായി നടക്കാത്തതെന്തിനെ തുടർന്ന് ദുർഗന്ധത്തിൽ മുങ്ങി പാലക്കാട് നഗരം. മഴ ശക്തമാകുന്നതോടെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മലീമസമായ നഗരങ്ങളിൽ ഒന്നാണ് പാലക്കാട്. നഗര പ്രാന്തപ്രദേശങ്ങളിൽ അലക്ഷ്യമായി തള്ളിയ മാലിന്യങ്ങൾ പതിവ് കാഴ്ചയാണ്. നഗരസഭയുടെ മാലിന്യ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടെങ്കിലും കാര്യമായ പ്രയോജനമില്ല. ശുചീകരണ തൊഴിലാളികളുടെ പ്രശ്നമല്ല, നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ താളപ്പിഴയാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഡംപ് ചെയ്യാണ് ഇവര്. ഇത് കറക്റ്റായി അവര് സമയത്തിന് സംസ്കരിക്കുകയോ ഒന്നും ചെയ്യില്ല. മാത്രമല്ല ഇവര് വന്നിട്ട് നേരെ ഇതിപ്പോ വെള്ളം പോണ ചാലാണിത്, അതിലേക്ക് നേരെ അങ്ങോട്ട് അവർ തള്ളിയിട്ടിട്ട് പിന്നെ അത് ചാലടയും. ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഭാഗം മുഴുവൻ അങ്ങനെ വെള്ളക്കെട്ടാണ്. നല്ല ഹൈറ്റിൽ വെള്ളം വന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണിത്. വേസ്റ്റ് അങ്ങനെ മുഴുവൻ മുനിസിപ്പാലിറ്റി ഒന്നും അധികം പെട്ടെന്നൊന്നും മാറ്റിപ്പോയില്ല. പഴയ മാതിരി തന്നെ പലഭാഗത്തും കിടക്കുന്നുണ്ട് വേസ്റ്റ്. ഓടകളിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധമയമാണ്. പട്ടിക്കര ബൈപ്പാസ്, സ്റ്റേഡിയം ജംഗ്ഷൻ പരിസരം, സുൽത്താൻപേട്ട് ജില്ലാ ആശുപത്രി പരിസരങ്ങളിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയില്ല. മഴ ശക്തമായാൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. ന്യൂസ് 18 പാലക്കാട്. പൂവച്ചൽ ഖാദർ മാധ്യമ പുരസ്കാരം ന്യൂസ് 18. മികച്ച ക്രൈം റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം VV വിനോദിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. ഇടുക്കിയിൽ അനധികൃത ഭൂ ഇടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി രംഗത്ത്. വാഗമണ്ണിലെ കെട്ടിട നിർമ്മാണത്തിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ടവേദി. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ല. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവുമില്ലെന്ന് പോരാട്ടവേദി ആരോപിക്കുന്നു. ചിന്നക്കനാലിലടക്കം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് NOC നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. ഇത്തരം ഇടപാടുകൾക്കെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഉണ്ടെന്നാണ് ആരോപണം. നിർമ്മാണ നിരോധനമടക്കം അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ പാട്ടഭൂമിയിൽ പോലും വൻകിട റിസോർട്ടുകൾക്ക് അനുമതി കൊടുക്കുന്ന നിലപാടെടുക്കുന്ന ജില്ലാ കളക്ടർ സാധാരണ പൗരന്റെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട വീടുകൾ, ഏലപ്പട്ടയ ഭൂമിയിലെ വീടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയുമല്ല, പീരുമേട് മേഖലയിൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്ന ഒരു ഉന്നതതല റവന്യൂ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നും ഞങ്ങൾ കരുതുന്നു. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ കക്ഷി കൂടിയാണ് അതിജീവന പോരാട്ടവേദി. ജില്ലയിലെ അനധികൃത ഭൂഇടപാടുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോരാട്ടവേദി കോടതിയെ സമീപിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കടുത്ത പ്രതിസന്ധിയിലാണ് ക്ഷീര കർഷകർ. കാലിത്തീറ്റ വില വർധനവ് ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധി നേരിടുന്ന കർഷകരെ സഹായിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. കാർഷിക ജോലികൾക്കൊപ്പം കാലിവളർത്തലും ഉപജീവനമാർഗമാക്കിയ കർഷകരാണ് ഹൈറേഞ്ചിൽ ഭൂരിഭാഗവും. കാലിത്തീറ്റയുടെ അടിക്കടിയുള്ള വിലവർധന ക്ഷീരകർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. പരിപാലന ചെലവും
കാലിത്തീറ്റയുടെ വിലയും ഉൾപ്പെടെ കർഷകരുടെ അധ്വാനത്തിന് ആനുപാതികമായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് കർഷകർക്ക്. ഉത്പാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കുവാൻ നടപടി വേണമെന്നാണ് ഹൈറേഞ്ചിലെ ക്ഷീര കർഷകർ ആവശ്യപ്പെടുന്നത്. 2020 പാൽവില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലിത്തീറ്റ വിലവർദ്ധനവും പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർദ്ധനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർദ്ധനവും മുമ്പോട്ട് പോകുമ്പോൾ ക്ഷീരകർഷകർ സഹായിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന പശു ചത്തുപോയ ഇൻഷുറൻസിനകത്ത് പശു ചത്തുപോയ കണ്ടിജൻസ് ഫണ്ടായി 15,000 തന്നുകൊണ്ടിരുന്നു. അതുപോലും 2018 ശേഷം ഇങ്ങോട്ട് എടുത്തിട്ടില്ല. പാൽവില ശരിക്കും 1 ലിറ്റർ പാലിന് 10 രൂപ എങ്കിലും വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കുകയും കാലിത്തീറ്റയുടെ വില 1550 എന്നുള്ളത് ആ കാലിത്തീറ്റ വില കുറച്ച് ഒരു 1000 രൂപ താഴെ കാലിത്തീറ്റ വില നൽകുന്ന സ്ഥിതി ഉണ്ടാവുകയും കർഷകർക്ക് ലഭ്യമാകുന്ന ആവശ്യാനുസൃതമായ മരുന്നുകൾ, പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ന്യായമായ വില കുറച്ചുകൊണ്ടും കർഷകർ സഹായിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകണമെന്നാണ് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ പറയുന്നത്. മുടക്കുമുതലിന് ആനുപാതികമായ നിലയിൽ പാൽവില വർദ്ധിപ്പിക്കുക എന്നതാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന പോംവഴി. 3 വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി പാൽവില കൂട്ടിയതെന്ന് ഇവർ പറയുന്നു. പ്രതിസന്ധികൾ രൂക്ഷമായതോടെ ജില്ലയിലെ ആയിരക്കണക്കിന് കർഷകർ കാലിവളർത്തൽ ഉപേക്ഷിച്ചു. സർക്കാരിന്റെ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും 100 കണക്കിന് കർഷകർ കാലിവളർത്തലിൽ നിന്നും പിന്നോട്ടു പോകും. ന്യൂസ് 18 ഇടുക്കി. കാക്കനാട് അത്താണിയിൽ കാർ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇടിച്ചുകയറി അപകടം. 2 വയസ്സുള്ള കുട്ടിയടക്കം 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ഇത്തവണ കാന്തല്ലൂരിലെ പ്ലം കൃഷിയിൽ മെച്ചപ്പെട്ട വിളവ്. വേനൽ മഴ അധികം പെയ്യാതിരുന്നതാണ് കൃഷിക്ക് ഗുണകരമായത്. ഗുഹനാഥപുരം, പെരുമല, പുത്തൂർ, കീഴാന്തൂർ ഗ്രാമങ്ങളിലാണ് പ്ലം കൃഷി കൂടുതലായുള്ളത്. പൂവിടുന്ന സമയത്ത് മഴ പെയ്താൽ വിളവ് കുറയും. ഇത്തവണ വേനൽ മഴ പെയ്തില്ല. ആവശ്യത്തിന് തണുപ്പുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണം കിട്ടിയത് പ്ലം കൃഷിക്കാണ്. പൂവെല്ലാം കായായി. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ വിളവ് കിട്ടി. സാധാരണ മെയ് തുടങ്ങുമ്പോഴാണ് പ്ലം പാകമാകുന്നത്. ഇത്തവണ ജൂൺ ആദ്യമാണ് വിളവെടുപ്പ് തുടങ്ങിയത്. ഏറ്റവും സ്വാദേറിയ വിക്ടോറിയ പ്ലം ആണ് കാന്തല്ലൂരിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രം പ്ലം ഉണ്ടാവുകയുള്ളൂ. 1 കിലോയ്ക്ക് 180 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. 10 മുതൽ 15 അടി വരെ ഉയരത്തിൽ വളരുന്ന മരത്തിൽ നിന്ന് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ 50 മുതൽ 70 കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കും. 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെയാണ് ഓരോ പ്ലം പഴങ്ങളുടെയും ശരാശരി തൂക്കം. കേരളത്തിൽ പ്ലം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരേയൊരിടം കാന്തല്ലൂരിലെ ഗ്രാമങ്ങളാണ്. ന്യൂസ് 18 കാന്തല്ലൂർ. ഇടുക്കി ഉപ്പുതറയിലെ ഹരിത കർമ്മസേന പുതിയ കാൽവയ്പുമായി രംഗത്ത്. ജൈവവള നിർമ്മാണത്തിലൂടെയാണ് ഹരിത കർമ്മസേന അംഗങ്ങൾ നാടിന് മാതൃകയാവുന്നത്. തയ്യാറാക്കിയ ജൈവവളം ഇവർ വിപണിയിലെത്തിച്ചു കഴിഞ്ഞു. ജൈവമാലിന്യം സംസ്കരിച്ചാണ് ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച ജൈവം, അജൈവം എന്നിങ്ങനെ തരംതിരിച്ച് തുമ്പൂർ മുഴി മോഡൽ പ്ലാന്റിൽ ബിന്നിൽ നിക്ഷേപിച്ച ഇന്നോക്കുലം ഇട്ടുവയ്ക്കും. 45 ദിവസമാകുമ്പോൾ ഇത് ജൈവവളമാകും. പൊടിച്ച് ചാക്കിൽ നിറച്ചാണ് വിൽപ്പന. ഒരു ദിവസം 500 മുതൽ 700 കിലോ വരെ ജൈവമാലിന്യം ലഭിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് 2 രീതിയിലുള്ള ജൈവവളമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയുടെ ഒരു സംരംഭമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഫുഡ് മാലിന്യങ്ങൾ അതിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വളം, ജൈവവളമായിട്ട് മറ്റ് മാലിന്യക്കൂട്ടൊന്നും ഇല്ലാതെ സമ്പൂർണ്ണ ജൈവവളമായിട്ട് വിപണിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹരിതകർമ്മസേനയുടെ ലക്ഷ്യം. പഞ്ചായത്തിന്റെ ധനസഹായവും സഹകരണവും ഉള്ളതിനാലാണ് ജൈവവള നിർമ്മാണം വിജയിപ്പിക്കാനായത്. ഹരിതകർമ്മ സേനാംഗം അനിത ബിനുവിന്റെയും ഡാലിയ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ജൈവവളം നിർമ്മാണം. 1 വർഷം മുൻപാണ് ജൈവവള നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ മികച്ച വരുമാനവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സഹകരണ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തുകയാണ് കായംകുളം ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോന്നും വിജയമാണ്. കാർഷിക നഴ്സറി, മൂല്യവർദ്ധിത ഉൽപാദന വിതരണ കേന്ദ്രം, അഗ്രോ ക്ലിനിക്, വളം ഡിപ്പോ തുടങ്ങി നിരവധി പദ്ധതികളാണ് ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കുന്നത്.
ഇതിൽ കാർഷിക നഴ്സറിയുടെ പ്രവർത്തനം കർഷകർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. നാടൻ തെങ്ങിന്റേതടക്കം എല്ലാ ഇനങ്ങളുടെയും തൈകൾ ഇവിടെ ലഭിക്കും. മലേഷ്യൻ, കുറ്റ്യാടി, കേരശ്രീ ചെന്തെങ്ങ്, ഗംഗബോണ്ടം എന്നിവയും ജപ്പാൻ മൻഡോക് മൈ, മൽഗോവ, മൂവാണ്ടൻ തുടങ്ങിയ മാവിനങ്ങൾ, വിവിധയിനം പ്ലാവിൻ തൈകളായ J33, വിയറ്റ്നാം എർലി, മാങ്കോസ്റ്റിൻ, വിവിധയിനം ചാമ്പകൾ, കണിക്കൊന്ന, അത്തി, പേര, റംബൂട്ടാൻ, ഗ്രാട്ടുനെല്ലി, കടപ്ലാവ്, മൾബറി, മരമുന്തിരി തുടങ്ങിയവ ലഭ്യമാണ്. ഇവയിൽ പലതും മാസങ്ങൾക്കുള്ളിൽ കായ്ഫലം നൽകുന്നതും. നഴ്സറിയിൽ പൂച്ചെടികളും അലങ്കാര ചെടികളും ഇൻഡോർ ചെടികളുമുണ്ട്. സപ്പോട്ട കപ്പൽ, ലിച്ചി, ഞാവൽ മംഗൂസ്, ഓറഞ്ച് റെഡ് നെല്ലി, ചാമ്പ തുടങ്ങിയവയും കർഷകർക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാണ്. ചെറിയ തൈകളാണ് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ തൈകൾ, അതായത് പൂത്ത നിൽക്കുന്ന മാവ്, കായ്ച്ചു നിൽക്കുന്ന പ്ലാവ്, 1 വർഷത്തോളം പ്രായമെത്തിയ തെങ്ങ് തുടങ്ങിയ കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ഫലമുണ്ടാകുന്ന, പെട്ടെന്ന് കായ്ക്കുന്ന, പെട്ടെന്ന് പൂക്കുന്ന ഫുൾ പ്ലാന്റ്സുകൾ ധാരാളമായി വിപണനം ചെയ്യാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് മണ്ണുത്തിയിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരമുള്ള വലിയ തൈകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നഴ്സറിക്ക് പുറമെ കർഷകർക്കേറെ പ്രയോജനപരമായ മറ്റൊരു പദ്ധതിയാണ് അഗ്രോ ക്ലിനിക്. കർഷകർക്ക് ചെടികളിൽ ഉണ്ടാകുന്ന വിവിധയിനം രോഗങ്ങളെപ്പറ്റി ക്ലിനിക്കിൽ നേരിട്ടെത്തി ചോദിച്ചു മനസ്സിലാക്കാം. കൂടാതെ 24 മണിക്കൂറും വാട്സാപ്പിലൂടെ കർഷകരുടെ സംശയ നിവാരണം നടത്തുവാനുള്ള സജ്ജീകരണം അഗ്രോ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിവിധയിടങ്ങളിൽ സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഫ്രഷ് ഫാസ്റ്റ് എന്ന പേരിൽ ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി എത്തിച്ചു നൽകുന്നതിന് വാഹനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വിവിധയിനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നു. സഹകരണ മേഖലയ്ക്ക് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ബാങ്ക് കാർഷിക മേഖലയ്ക്ക് അഭിവൃദ്ധിയും കൂടുതൽ പേർക്ക് തൊഴിലവസരവും നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 കായംകുളം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 5515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ, കിലോഗ്രാമിന് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്നത്തെ ന്യൂസ് റൂം സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.